മുല്ല ഹസൻ സബക്ക് 33 പേജ് 26. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. നഅം ലാ ഹജറ ഫി തസവ്വുർ ഫയതഅല്ലഖു ബികുല്ലി ഷൈഇൻ ഹത്താ ബിനഫ്സിഹി വനഖീദിഹി. ഇത് മേലെ പറഞ്ഞതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സവാലിന്റെ ജവാബാണ്. അതെന്താണ്? തസവ്വുറും തസ്ദീഖും മുത്തബായിനാനിയാണെന്നാണല്ലോ. മുത്തബായിനാനിയായ രണ്ട് നൗആണെന്നാണല്ലോ മേലെ പറഞ്ഞത്. ഉഹ്മാ നൗആനി മുത്തബായിനാനി. അപ്പൊ മുത്തബായിനാനി ആവുമ്പോ ഒന്ന് മറ്റേതിനോട് തഅല്ലുഖാവൂലല്ലോ. അന്ന തസവ്വുറ വതസ്ദീഖ ഇദാ കാന മുത്തബായിനൈനി ബിദ്ദാത്തി ഫലാ യതഅല്ലഖു അഹദുഹുമാ ബിൽ ആഖിരി എന്നാണ് ഇഷ്കാല്. അതിന്റെ ജവാബിലേക്കാണ് മുസന്നിഫ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ജവാബിന്റെ ഹാസിൽ രണ്ടും നൗആനി മുത്തബായിനാനിയാണ് എന്നത് ശരി തന്നെയാണ്. അങ്ങനെ രണ്ടും ധാത്തുകൾ നോക്കുമ്പോൾ രണ്ട് നൗആണ് എന്നത് ഒന്ന് മറ്റേനോട് ബന്ധിക്കുന്നതിന് വിരോധമല്ല. ഒന്ന് മറ്റേനോട് ബന്ധിക്കും. നഅം ലാ ഹജറ ഫി തസവ്വുരി, പക്ഷേ ലാ ഹജറ മൻഇല്ല, തടസ്സമില്ല, ഫി തസവ്വുരി, തസവ്വുറിൽ തടസ്സല്ല. ഫയതഅല്ലഖു, അപ്പോൾ തസവ്വുർ ബന്ധിക്കും, ബികുല്ലി ഷൈഇൻ, എല്ലാ വസ്തുവിനോടും തസവ്വുർ ബന്ധിക്കും. എല്ലാ വസ്തുവിനെയും തസവ്വുറാക്കാമെന്നർത്ഥം. ഹത്താ ബിനഫ്സിഹി വനഖീദിഹി, കാരണം എല്ലാ വസ്തുവും തസവ്വുറാണെങ്കിലും തസ്ദീഖാണെങ്കിലും തസവ്വുറിന്റെ നഖീദാണെങ്കിലും ഒക്കെ ദിഹിനിൽ ഹാദിറാകുമല്ലോ, ദിഹിനിൽ ഹാസിലാകുമല്ലോ. ദിഹിനിൽ ഹാസിലാകുന്നതിനല്ല തസവ്വുർ എന്ന് പറയുന്നത്. അപ്പൊ തസവ്വുറിനോടും തസ്ദീഖിനോടും തസവ്വുറിന്റെ നഖീദിനോടും ഒക്കെ തസവ്വുർ ബന്ധിക്കും. ഹത്താ ബിനഫ്സിഹി, എത്രത്തോളം? ബിനഫ്സിഹി, തസവ്വുറിന്റെ നഫ്സിനോട് വരെ തസവ്വുർ ബന്ധിക്കും. അപ്പൊ തസവ്വുറിനെ തസവ്വുറാക്ക. നഖീദിഹി, തസവ്വുറിന്റെ നഖീദിനോട് വരെ. തസവ്വുറിന്റെ നഖീദ് ലാ തസവ്വുറാണ്, അതിനോടും ബന്ധിക്കും. അതുപോലെ തസ്ദീഖിനോടും ബന്ധിക്കും. തസവ്വുറിന്റെ മുഖാബിൽ അതുപോലെ പറഞ്ഞില്ല എന്ന് മാത്രം, അതിനോടും ബന്ധിക്കും. കുൻഹിൽ വാജിബി, വാജിബ് താലാന്റെ കുൻഹിനോടും ബന്ധിക്കും. വാജിബ് താലാന്റെ കുൻഹിനെയും എന്ത് ചെയ്യാം? തസവ്വുറാക്കാം. അതെങ്ങനെ വാജിബ് താലാന്റെ കുൻഹിനെ തസവ്വുറാക്കൽ? വാജിബ് താലാന്റെ കുൻഹ് മനസ്സിലാക്കാൻ പറ്റൂല എന്നല്ലേ? അതിന് മറുപടി പറയാണ് ഫൈനൽ മുറാദ ബി തസവ്വുരി, ഇവിടെ ലാ ഹജറ ഫി തസവ്വുരി ഫയതഅല്ലഖു ബികുല്ലി ഷൈഇൻ എന്ന തസവ്വുർ കൊണ്ടുള്ള ഉദ്ദേശം മുത്തലഖു തസവ്വുറാണ്. മുത്തലഖു തസവ്വുർ എന്ന് പറഞ്ഞാൽ ഹുക്കുമ് കൊണ്ടോ അദമുൽ ഹുക്കുമ് കൊണ്ടോ കയ്യിലില്ല എന്ന അർത്ഥത്തിനുള്ള മുത്തലഖല്ല അവൾ ഉദ്ദേശം. അവൾ ഉദ്ദേശിക്കുന്നത് തസവ്വുറിന്റെ 4 ഇനങ്ങളുണ്ടല്ലോ. തസവ്വുറും ബിൽകുൻഹ്, തസവ്വുർ ബിൽ വജ്ഹ്, ബികുൻഹി, ബിവജ്ഹി എന്നൊക്കെ പറയുന്നത്. അതെല്ലാം ഇവിടെ മുറാദാണ്. അതാ. അപ്പൊ അതില് അല്ലാഹു തആലാന്റെ ദാത്തിനോട് ബന്ധിക്കാൻ പറ്റുന്നതാണ്. അതേതാണ്? ബിൽകുന്നു ബികുന്നിയോ ഒന്നും അള്ളാഹിന്റെ ദാത്തിനോട് ബന്ധിക്കൂല എന്ന് നമ്മൾ മുമ്പ് സമർത്ഥിച്ചതാണ്. അതേസമയത്ത് ബിൽവജുഹും ബിവജിയും ഒക്കെ തസവ്വുർ അള്ളാഹിന്റെ ദാത്തിനോട്, അള്ളാഹുവിന്റെ കുഞ്ഞിനോട് ബന്ധിക്കും, അള്ളാഹുവിന്റെ ദാത്തിനോട് ബന്ധിക്കും. ആ നിലക്കാണ്. അതാണ് ഇവിടെ പറഞ്ഞത് കുൻഹുൽ വാജിബ് താലാനോട് ബന്ധിക്കും തസവ്വുർ. ഏത് തസവ്വുർ? തസവ്വുറും ബിൽവജും തസവ്വുർ ബിവജിയും ബന്ധിക്കും. ഫൈനൽ മുറാദ ബി തസവ്വുരി, കാരണം ഇവിടെ തസവ്വുർ കൊണ്ടുള്ള മുറാദ് മുത്തലഖുഹു, തസവ്വുർ മുത്തലഖാണ്, മുത്തലഖു തസവ്വുറാണ്. എങ്ങനത്തെ മുത്തലഖ്? അശാമിലു ലിൽ അൻഹാ ഇൽ അർബഅ, തസവ്വുറിന്റെ 4 ഇനങ്ങളെയും ഉൾപ്പെടുത്തിയ
ബിത്തസവ്വുരി ബിൽവജിഹി വൽകുൻഹി വബിവജിഹി വബികുൻഹിഹി. ഏതാണ് നാലിനങ്ങൾ? തസവ്വുർ ബിൽവജിഹും തസവ്വുർ ബിൽകുൻഹും വജിഹിയും ബികുൻഹിയും. അതാണ് നാലിനങ്ങൾ. ആ നാലിനത്തിനെയും ഉൾപ്പെടുത്തിയ മുത്തലക്കാണ് ഇവിടെ ഉദ്ദേശം. അതിൽ നിന്ന് ചിലത് അള്ളാന്റെ ദാത്തിനോട് ബന്ധിക്കുമല്ലോ. അപ്പൊ തസവ്വുർ അള്ളാന്റെ ദാത്തിനോട് കുൻഹിനോട് ബന്ധിക്കുമെന്ന് പറയാം. വാജിബ് താലാന്റെ കുൻഹ് എന്ന് പറഞ്ഞാൽ ദാത്ത് എന്നാണ്. അശാമിലിൽ അൻവായിൽ അർബഅത്തി ബിത്തസവ്വുരി എന്നവിടെ ബാ ആണ് ഉള്ളത്. ഒന്നിരിക്കൽ ബാഗ് സായിദയാണ്, അത്തസവ്വുരിന്നേ ഉള്ളൂ. അൻഹാവുൽ അർബഅത്തിന് ബദലായിട്ട് ബാഗ് സായിദയാവും. അല്ലെങ്കിൽ ബാഗിന് ബയാനിയ മിന്നിന്റെ മാന വെക്കേണ്ടി വരും. വഅമ്മ തസവ്വുറുൽ മുഖയ്യദു ബിഅദമിൽ ഹുക്മി വഅദമി ഇഅ്തിബാരിഹി ഫഹുവ അയ്ളൻ ഖദ് യഅരിദു ലിനഫ്സിഹി വലിനഖീദിഹി. വഅമ്മ തസവ്വുറുൽ മുഖയ്യദു ബിഅദമിൽ ഹുക്മി. അപ്പോൾ അദമുൽ ഹുക്മ കൊണ്ട് കൈത് കൊടുക്കപ്പെട്ട ഹുക്കുമില്ല എന്ന കൈതുള്ള തസവ്വുർ. അതുപോലെ വഅദമി ഇഅ്തിബാരിഹി, ഹുക്കുമ് ഇഅ്തിബാർ ചെയ്യാതിരിക്കൽ കൊണ്ടും കൈത് കൊടുക്കപ്പെട്ട തസവ്വുറാകുന്നത് ഫഹുവ അയ്ളൻ അതും ഖദ് യഅരിദു ചിലപ്പോൾ അത് ആരിദാകും ലിനഫ്സിഹി അതിന്റെ സ്വന്തത്തിന് ആരിദാകും അഥവാ തസവ്വുറിന് ആരിദാകും വലിനഖീദിഹി അതിന്റെ നഖീദിനും ആരിദാകും. അതായത് ലാ തസവ്വുറിനും രണ്ടിനും ആരിദാവും തസവ്വുറുൽ മുഖയ്യദ് ബിഅദമിൽ ഹുക്മ ആരിദാവും. ഈ വഅമ്മ തസവ്വുറു എന്ന് പറയുന്നത് അത് മത്തിനിൽ പറഞ്ഞതിന്റെ ഇതാണെങ്കിൽ ഇത് മത്തിന്റെ മുക്കാബിലാകാൻ പറ്റൂല. കാരണം അങ്ങനെ വരുമ്പോ അമ്മ തസവ്വുറുൽ മുഖയ്യദു ബി അദമിൽ ഹുക്മി അദമുൽ ഹുക്മ കൊണ്ട് കൈത് കൊടുക്കപ്പെട്ട തസവ്വുറാകുന്നെന്ന് പറയുമ്പോൾ മത്തിൽ പറഞ്ഞത് അദമുൽ ഹുക്മ കൊണ്ട് കൈത് കൊടുക്കപ്പെട്ട തസവ്വുർ അല്ല. ആരാണെന്ന് വരും? മുത്തലഖു തസവ്വുറാണെന്ന് വരും. എന്ന് പറഞ്ഞാൽ ഇൽമിന്റെ മുറാദിഫായ തസവ്വുറുണ്ടല്ലോ, തസ്ദീഖിനെയും തസവ്വുറിനെയും ഹുക്കുമോട് കൂടുള്ള തസ്ദീഖിനെയും ഹുക്കുമില്ല എന്ന് കൈത് കൊടുക്കപ്പെട്ട തസവ്വുറിനെയും ഉൾക്കൊള്ളിക്കുന്ന മുത്തലഖു തസവ്വുറുണ്ട്. അതാണ് ആരെക്കൊണ്ട് മുറാദ്? ലാ ഹജറ ഫി തസവ്വുരി ഫയതഅല്ലഖു ബികുല്ലി ഷൈഇൻ എന്ന തസവ്വുർ കൊണ്ട് ഉദ്ദേശം എന്ന് വരും. യത്രത്തിൽ അത് ഉദ്ദേശിക്കാൻ പറ്റൂല. കാരണം ശേഷം ശക്കു മഷ്ഹൂർ വരുന്നത് തന്നെ തസവ്വുറു സാദജ് എല്ലാ, അതായത് തസ്ദീഖിന് മുഖാബിലായ തസവ്വുറു സാദജ് തസ്ദീഖിനോടും ബന്ധിക്കും എന്ന് പറയുന്നതനുസരിച്ചാണ് ശേഷം ശക്കു മഷ്ഹൂർ വരുന്നത് തന്നെ. അപ്പോൾ തസവ്വുർ കൊണ്ട് മുത്തലഖു തസവ്വുർ ഉദ്ദേശിച്ചാൽ അവിടെ ശേഷം വരുന്ന ശക്കും അതിന്റെ ഹല്ലൊന്നും പറയേണ്ട ആവശ്യം തന്നെ. അതുകൊണ്ട് മത്തിലുള്ള തസവ്വുർ കൊണ്ടുള്ള ഉദ്ദേശം മുത്തലഖു തസവ്വുർ ആവാൻ പറ്റൂല. അതുകൊണ്ട് അതിന്റെ മുക്കാബിലാണ് വഅമ്മ തസവ്വുറു അൽ മുഖയ്യദു എന്ന് പറഞ്ഞത് എന്നും വെക്കാൻ പറ്റൂല. പിന്നെ അവിടെ പല സാധ്യതകളും ഹാഷ്യക്കാരും ഉസ്താദുമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു മുഖദ്ദറായ മുത്തലഖു തസവ്വുറിന്റെ മുഖാബിലാണിത്. ആ മുത്തലഖു തസവ്വുർ കൊണ്ട് ഉദ്ദേശം ഇൽമിന്റെ മുറാദിഫായ മുത്തലഖു തസവ്വുർ അല്ല, മറിച്ച് നഫ്സുൽ ഇദ്ആനല്ല എന്ന നിലക്കുള്ള ഒരു മുത്തലഖു തസവ്വുർ. നഫ്സുൽ ഇദ്ആനല്ലാത്തത്, ഇദ്ആന്റെ നഫ്സല്ലാത്തത് എന്ന അർത്ഥത്തിന് ഇദ്ആന്റെ നഫ്സല്ലാത്ത ഒന്നിരിക്കൽ വെറും തസവ്വുറോ അല്ലെങ്കിൽ ഇദ്ആനോട് കൂടെയുള്ള തസവ്വുറോ ഒക്കെ ഉൾക്കൊള്ളിക്കുന്ന നിലക്കുള്ള ഒരു തസവ്വുർ മുത്തലഖു തസവ്വുർ ന്റെ മുക്കാബിലയിലായിട്ടാണ് വഅമ്മ തസവ്വുർ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞവരുണ്ട്. അല്ല, ഒരു മുത്തലഖു തസവ്വുർ തന്നെ, അതായത് ഇൽമിന്റെ മുറാദിഫായ മുത്തലഖു തസവ്വുറിന്റെ തന്നെ മുറാദിഫാണ് ഇവിടെ മുക്കാബിലാണ്.
അതായത് മുത്തലഖു തസവ്വുർ ആർക്ക് ആരുള്ളാവും? മുത്തലഖു തസവ്വുറിന്റെ നഫ്സിനും അതിന്റെ നഖീലക്കും ഒക്കെ ആരുള്ളാവും എന്ന് ഒരു ജുംല അവിടെ സങ്കല്പിക്കുക. അതിന്റെ മുക്കാബിലാണ് പറഞ്ഞത് വമ്മ തസവ്വുറുൽ മുഖയ്യദ് എന്ന് പറഞ്ഞത്. ഈ വമ്മ തസവ്വുറുൽ മുഖയ്യദ് ബി അദമിൽ ഹുക്മി അദമി ഇഅ്തിബാരി എന്ന് പറഞ്ഞത് മത്തിൽ പറഞ്ഞ വിഷയമല്ല. മത്തിൽ പറഞ്ഞ തഅല്ലുഖിന്റെ വിഷയമാണ്. മുത്തല്ലിഖ് തസവ്വുർ എല്ലാ ഷെയ്നോടും തഅല്ലുഖാവുന്നവള് പറഞ്ഞത്. അത് തസവ്വുർ സാദജിനെ പറ്റി തന്നെയാണ് പറഞ്ഞത്. ഇവിടെ പറയുന്നത് അതേ തസവ്വുർ സാദജ് അത് അതിന്റെ നഫ്സിനും ഗൈറിനും എന്താവും? ആരിലാവും എന്ന് പറഞ്ഞാൽ ആരിലാകുക എന്നാണ് അതിന്റെ ഉദ്ദേശം, സാദിഖാവുന്ന. അപ്പൊ തസവ്വുറും ബി അദബുൽ ഹുക്ം, അദബുൽ ഹുക്ം കൊണ്ട് തസവ്വുറുൽ മുഖയ്യദ് ബി അദബുൽ ഹുക്ം അത് ആർക്ക് ആരുലാവും? അതിന്റെ നഫ്സിന് ആരുലാവും എന്ന് പറഞ്ഞാൽ അതിന്റെ നഫ്സിന്റെ മേല് അത് സാദിഖാവും. ചിലപ്പോൾ സാദിഖാവും, ചിലപ്പോൾ സാദിഖാവൂല, ചിലപ്പോൾ സാദിഖാവൂല. അമ്മ തസവ്വുറുൽ മുഖയ്യദ് ബി അദമുൽ ഹുക്മി, അദമുൽ ഹുക്ം കൊണ്ട് കൈത് പറയപ്പെട്ട തസവ്വുർ അദമി ഇഅ്തിബാരിഹി, ഹുക്മ ഇഅ്തിബാർ ചെയ്യാതിരിക്കൽ കൊണ്ടും കൈത് കൊടുക്കപ്പെട്ട തസവ്വുറാകുന്നത് ഫഹുവ അയ്ളൻ അതും എന്ന് പറഞ്ഞാൽ മുത്തലഖു തസവ്വുർ പോലെ തന്നെ ഖദിയായിരുന്നു. ചിലപ്പോൾ അത് ആരിലാവും, അതായത് അത് സാദിഖാവും ലി നഫ്സിഹി, അതിന്റെ നഫ്സിന്. അപ്പൊ അദമുൽ ഹുക്ം കൊണ്ട് കൈത് കൊടുക്കപ്പെട്ട തസവ്വുറിന്റെ മേൽ എന്ത് പറയാൻ പറ്റും? ഹംല ചെയ്യാൻ പറ്റും. അത് തസവ്വുർ മുഖയ്യദുൻ ബി അദമുൽ ഹുക്മി എന്ന് അതിന്റെ മേൽ സാദിഖാവും, ഹംല ചെയ്യാൻ പറ്റും. അതാണ് ആരിലാവും എന്ന് പറഞ്ഞത്. വലി നഖീലിഹി, ആ ലാ തസവ്വുർ തസവ്വുറിന്റെ നഖീൽ, അതായത് ലാ തസവ്വുർ അതിനും എന്താകും? ചിലപ്പോൾ ആരിലാകും. കമാല യഖ്ഫ അലൽ മുതഅമ്മിലി, ചിന്തിക്കുന്ന ആളുടെ മേൽ അത് അവ്യക്തമാകാത്ത പോലെ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മറ്റ് ഉസ്താദുമാരാരെങ്കിലും കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പറയാം. ഇനി വഹാഹുന ഐ ഫി മഖാമി ഇസ്ബാത്തി തബായുനി നൗഇ ബൈന തസവ്വുരി വത്തസ്ദീഖി വതഅല്ലുഖി തസവ്വുരി കുല്ലി ഷൈഇൻ ബിൻളിമാമി ബഅദിൽ മുഖദ്ദിമാത്തി ഇലൈഹി ശക്കും മഷ്ഹൂർ. വഹാഹുന ശക്കും മഷ്ഹൂറുൻ, ഇവിടെയുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഐ ഫി മഖാമി ഇസ്ബാത്തി തബായുനി നൗഇ, നൗഇയായ തബായുനെ ഇസ്ബാത്താക്കുന്ന മഖാമിൽ ബൈന തസവ്വുരി വത്തസ്ദീഖി, തസവ്വുർ തസ്ദീഖിന്റെ ഇടയിൽ. അത് നേരത്തെ പറഞ്ഞാൽ ഉഹ്മാ നൗആനി മുത്തബായിനാനി. പിന്നെ വതഅല്ലുഖി തസവ്വുരി ബി കുല്ലി ഷൈഇൻ, തസവ്വുർ അതായത് തസവ്വുർ തസ്ദീഖിന്റെ മുഖാബിലായ തസവ്വുർ സാദജ് അത് എല്ലാ ഷൈഇനോടും ബന്ധിക്കും. ലാ ഹദറ ബി തസവ്വുരി എന്ന് പറഞ്ഞെടുത്തുനിന്ന് മനസ്സിലായത്. ആ മഖാമിലുണ്ട്, അത് ഇസ്ബാത്താക്കുന്ന മഖാമിലുണ്ട്. ബിൻളിമാമി ബഅദിൽ മുഖദ്ദിമാത്തി ഇലൈഹി, അതിലേക്ക് ചില മുഖദ്ദിമകൾ കൂട്ടലോടുകൂടെ, ചില മുഖദ്ദിമകളിലൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അങ്ങനെ ചേർക്കുന്ന സമയത്ത് അവിടെയുണ്ട് ശക്കും മഷ്ഹൂറുൻ, പ്രസിദ്ധമായ ഒരു ശക്ക്, സംശയമിഷ്കാലുണ്ട്, സംശയമുണ്ട്, ഒരു ശുബഹുണ്ട്. അതെന്താണ്? വഹുവ, ആ ശക്ക്, അന്നൽ ഇൽമ വൽ മഅലൂമ മുത്തഹിദാനി ബിദ്ദാത്തി, ഇൽമും മഅലൂമും മുത്തഹിദാനി രണ്ടും ഒന്നാണ്. ബിദ്ദാത്തി, ബിദ്ദാത്ത് ഒന്നാണ്. അതൊരു ഒരു മുഖദ്ദിമയാണ്. ഇൽമും മഅലൂമും ബിദ്ദാത്ത് ഒന്നാണ്. അപ്പൊ തസവ്വുറാണെങ്കിൽ എല്ലാ ഷെയ്നോടും ബന്ധിക്കും. അപ്പൊ ആരോടും ബന്ധിക്കും? തസ്ദീഖിനോടും ബന്ധിക്കും. എന്ന് പറഞ്ഞാൽ തസ്ദീഖിനെയും തസവ്വുറാക്കാം. അങ്ങനെ തസ്ദീഖിനെ തസവ്വുറാക്കുന്ന സമയത്ത് തസവ്വുർ ഇൽമും തസ്ദീഖ് മഅലൂമുമായി. ഇൽമും മഅലൂമും ഒന്നാണ് എന്നല്ല പറഞ്ഞത്. അപ്പൊ തസവ്വുറും തസ്ദീഖും ഒന്നാണെന്ന് വരും. എത്രത്തിൽ? തസവ്വുറും തസ്ദീഖും രണ്ടാണെന്നാണ്, മുതബായിനാനിയാണെന്നാണ് നേരത്തെ പറഞ്ഞത്. വൈദാ തസവ്വുർന, അപ്പോൾ നമ്മൾ തസവ്വുറാക്കിയാൽ തസ്ദീഖിനെ തസവ്വുറാക്കിയാൽ ഫഹുമാ വാഹിദുൻ, ആ തസ്ദീഖും തസവ്വുറും ഒന്നാണല്ലോ. കാരണം ഇൽമും മഅലൂമും ഒന്നാണല്ലോ. വഖദ് ഖുൽതും, എത്രത്തിൽ നിങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇന്നഹുമാ മുതഖാലിഫാനി, രണ്ടും മുതഖാലിഫാനിയാണ്, മുതബായിനാനിയാണ്, വ്യത്യസ്ത നൗകളാണ്, വിരുദ്ധമായ നൗകളാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. ഹഖീഖത്തൻ,
ഹഖീഖത്തൻ മുത്തഖാലിഫാനിയാണ് മുത്തബായിനാനിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ മുത്തബായിനാനി ആരായി വരും? മുത്തഹിദാനിയാണ് എന്ന് വരും. ഇതാണ് സംശയം. ഫിൽ ഹാഷിയത്തി, ഹാഷിയയിലുണ്ട്, മുസന്നഫിന്റെ മിൻഹിയായ ഹാഷിയയിലുണ്ട്. എന്താ ഉള്ളത്? ഏലം, നീ അറിയുക, അന്ന മദാറ ഹാദിഹി ശുബഹ, ഈ ശുബഹന്റെ, ഈ ശക്കിന്റെ മദാർ, അതിന്റെ അടിസ്ഥാനം, അലാ സലാസി മുഖദ്ദിമാത്തിൻ, 3 മുഖദ്ദിമകളാണ്. 3 മുഖദ്ദിമകൾ ചേരുമ്പോഴാണ് ഈ ഇഷ്കാല് വരുന്നത്, ശക്ക് വരുന്നത്. തലഖാഹ, ആ മുഖദ്ദിമകളെ ഏറ്റെടുത്തിട്ടുണ്ട് അൽ മുഹഖിഖൂൻ, ദിശനാശാലികളായ ആളുകൾ, ബിൽ ഖബൂലി, ഖബൂൽ കൊണ്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് തെളിവ് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും അംഗീകരിക്കുന്ന 3 മുഖദ്ദിമകളുണ്ട്. ആ 3 മുഖദ്ദിമകളിലാണ് മേലാണ് ഈ ശുബ്ഹ വരുന്നത്. എന്താണ് 3 മുഖദ്ദിമകൾ? അല്ലൂല, ഒന്നാമത്തത് അൽ ഇൽമു വൽ മഅലൂമു മുത്തഹിദാനി ബിദ്ദാത്തി, ഇൽമും മഅലൂമും ബിദ്ദാത്ത് ഒന്നാണ് എന്നാണ്. ഇൽമും മഅലൂമും ബിദ്ദാത്ത് ഒന്നാണ് എന്നാണ് എന്ന് പറഞ്ഞാല് ഹൃദയത്തിൽ ഹാസിലാകുന്ന ഒരു വസ്തു അത് ധാത്തുകൾ നോക്കുമ്പോൾ രണ്ടും ഒന്ന് തന്നെ, ഒരു സാധനം തന്നെയാണ്. ഇൽമു എന്ന് പറയുന്നതും മാലൂം എന്ന് പറയുന്നതും ഒരേ സാധനത്തിനെ പറ്റി തന്നെയാണ്. പിന്നെ അത് വ്യത്യാസമാകുന്നത് എങ്ങനെയാണ്? അവാരിദ് കൊണ്ട് മാത്രമാണ് അതിന് വ്യത്യാസം ഉണ്ടാകുന്നത്. അതായത് ഹൃദയത്തിൽ ഹാസിലായ ഒരു സൂറത്ത്, ഒരു വസ്തു, അത് അതിന്റെ ധാത്തുകൾ നോക്കുമ്പോൾ അതിന് ഇൽമു എന്ന് പറയും. അവാരിദുകളെ പരിഗണിക്കുമ്പോൾ എന്തെന്നും പറയും? മാലൂമെന്നും പറയും. എന്തായാലും ധാത്തുകൾ നോക്കുമ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്, വ്യത്യാസമല്ല. അവാരിദുകളെ കൊണ്ടേ വ്യത്യാസമാകുന്നുള്ളൂ എന്നതാണ് ഒരു മുഖദ്ദിമ. വസാനിയത്തു, രണ്ടാമത്തത് അന്ന തസവുറ തസ്ദീഖ ഹഖീഖത്താനി മുഖ്തലിഫാനി, തസവുറും തസ്ദീഖും വ്യത്യസ്തമായ 2 ഹഖീഖത്തുകളാണ്. അത് നേരത്തെ മൊത്തത്തിൽ പറഞ്ഞു. വസാലിദത്തു, മൂന്നാമത്തത് അന്ന തസവുറ യതഅല്ലഖു ബികുല്ലി ഷൈ, തസവുർ എല്ലാ വസ്തുവിനോടും ബന്ധിക്കുമെന്നതാണ്. അത് തൊട്ട് മേലെ പറഞ്ഞു. ഇപ്പൊ 2 കാര്യങ്ങൾ ഇവിടെ തന്നെ പറഞ്ഞതാണ്. ഇൽമും മാലൂം മുത്തഹിദാണ് എന്നൊരു കഥയും കൂടി അതിൽ കൂടണം. ഈ 3 എണ്ണം കൂടുമ്പോഴാണ് ശുബ്ഹ വരുന്നത്. അഖൂലു വബില്ലാഹി തൗഫീഖ്, അല്ലാഹുവിനെ കൊണ്ടാണ് ഉദവി, തൗഫീഖ്. എന്താ പറയുന്നത്? ലൈസൽ അംറു, ഷാരി പറയാം, ലൈസൽ അംറു, കാര്യമല്ല, കമാ സഅമൽ മുസന്നിഫു, മുസന്നിഫ് വാദിച്ചതുപോലെയല്ല. മുസന്നിഫ് വാദിച്ചതുപോലെയല്ല എന്ന് പറഞ്ഞാൽ മുസന്നിഫ് വാദിച്ചത് 3 മുഖദ്ദിമന്റെ മേലെ എടുത്തുകൊണ്ടാണ് ശുബ്ഹ വരുന്നത്. എന്നാൽ അങ്ങനെയല്ല, 3 മുഖദ്ദിമന്റെ മേലെ എടുത്തുകൊണ്ടല്ല ശുബ്ഹ വരുന്നത്, 4 മുഖദ്ദിമ വേണം എന്നാണ് ഷാരിഹ് പറയുന്നത്. എന്നല്ലാതെ മുസന്നിഫ് പറഞ്ഞത് ശരിയല്ല എന്നല്ല. അത് വാൻസിയാണ്. അതാ 10-ാം നമ്പറിൽ കമാ സഅമൽ മുസന്നിഫു മിൻ അന്ന മദാറ ശക്കി ഫി അലാ 3 മുഖദ്ദിമാത്ത്, 3 മുഖദ്ദിമകളുടെ മേലാണ് മദാർ എന്നത് ശരിയല്ല. എന്തുകൊണ്ടത് ശരിയല്ല? ഒരു മുഖദ്ദിമയുടെ അതിൽ കൂടണം എന്ന് ബയാൻ ചെയ്യാണ്. ഫൈനത്തിഹാദൽ ഇൽമി വൽ മാലൂം, കാരണം ഇൽമും മാലൂമും ഒന്നാകാവുന്നത് എന്നത്, ഇൽമും മാലൂമും ഒന്നാണ് എന്നത് ലാ യുഫ്ഹമു, മനസ്സിലാക്കപ്പെടൂല, അറിയപ്പെടൂല. മാദാ അറാദ ബിഹി, അതുകൊണ്ട് മുസന്നിഫ് എന്താണ് ഉദ്ദേശിച്ചത്, അതുകൊണ്ട് എന്നാണ് അതിലുള്ള മാലൂമ് കൊണ്ട്. ഇൽമും മാലൂമും മുത്തഹിദാണ് എന്ന ഇത്തിഹാദ് കൊണ്ട് എന്താ ഉദ്ദേശിച്ചതെന്നല്ല, ഇൽമും മാലൂമും ഒന്നാണ് എന്നിടത്തുള്ള മാലൂമ് കൊണ്ട് എന്താണ് മുസന്നിഫ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം മാലൂമിന് 2 മാനുണ്ട്. മാലൂമിന് 2 മാനുണ്ട്. അത് ഇഅ്ലം അന്നലിൽ മാലൂമി മാനൈനി, മാലൂമിന് 2 മാനുണ്ട്. അൽ അവ്വലു മാ ഉസിദ തസവ്വുറുഹു, തസവ്വുർ കരുതപ്പെട്ടു എന്ന്. തസവ്വുറാക്കാൻ
ഉദ്ദേശിക്കപ്പെട്ട ഒന്ന്. അപ്പോൾ ദീനിൽ ഹാസിലായിട്ടില്ല, തസവ്വുറാക്കണം എന്ന് ഉദ്ദേശിക്കപ്പെടുന്ന ഒന്നുണ്ടല്ലോ, ഖാരിജിലും ഉള്ള മൗജൂദ്. അതാണ് മഅലൂമിന്റെ ഒരു മാന. രണ്ടാമത്തെ മാന ഹൃദയത്തിൽ ഹാസിലായ സൂറത്ത്. ഒരു വസ്തുവിലേക്ക് ഇൽത്തിഫാത്താവുന്ന സമയത്ത്, ദിഹിനി ഇൽത്തിഫാത്താവുന്ന സമയത്ത് അതിന്റെ സൂറത്ത് ദിഹിനിൽ വരും. ആ സൂറത്തിന് മഅലൂം എന്ന് പറയും. അപ്പോ ഈ രണ്ട് മാനകളിൽ നിന്ന് ഏതാണ് മുസന്നിഫ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ശാരിഹ് പറഞ്ഞു വരുന്നത്. ഇമ്മാ യുറാദ ബിഹി ലൈഫും അറാദ ബിഹി. ഇമ്മാ യുറാദ ബിഹി ഒന്നിരിക്കൽ ആ മഅലൂം കൊണ്ട് ഉദ്ദേശിക്കപ്പെടും. മാ ഖുസിദ തസവ്വുറുഹു, തസവ്വുർ ഉദ്ദേശിക്കപ്പെട്ട ഒന്ന് എന്നുദ്ദേശിക്കപ്പെടും. തസവ്വുർ ഉദ്ദേശിക്കപ്പെട്ടത്, തസവ്വുറാക്കാൻ ഉദ്ദേശിക്കപ്പെട്ട ഒന്ന് എന്നാണ് ഖാരിജിയായ ഒരു മൗജൂദ്. അതാണ് മഅലൂം കൊണ്ട് ഉദ്ദേശം എന്ന് വെക്കപ്പെടണം. ഫഹാദാ ബാത്തുലുൻ, അത് ബാത്തിലാണ്. കമാ തറ, നീ കാണുന്നത് പോലെ. ഏത് ഫഹാദ? ഇൽമും മഅലൂമും ഒന്നാണെന്ന വാദം. മഅലൂമിന് ഈ ഉദ്ദേശം വെച്ചാൽ ഇൽമും മഅലൂമും ഒന്നാണ് എന്ന വാദം ബാത്തുലുൻ, ബാത്തിലാണ്. എന്തുകൊണ്ട്? കമാ തറ, നീ കാണും പോലെ. ഫി ഇൽമി ഷൈഇ, ഒരു വസ്തുവിനെ അറിയുന്നതിൽ. ബിൽ വജ്ഹി, ബിൽ വജ്ഹ് അറിയുന്നതിൽ നീ കാണുന്നത് പോലെ. അവിടെ എന്താ? ഒരു വസ്തുവിനെ ബിൽ വജ്ഹ് അറിഞ്ഞു. അല്ലാഹു തആലാനെ വജ്ഹിലൂടെ അറിഞ്ഞു, അവാരിദ് കൊണ്ട് അള്ളാഹുവിനെ അറിഞ്ഞു. അപ്പോൾ അവിടെ ഇൽമ് ഏതാണ്? ആ വജ്ഹാണ്. മഅലൂം ഏതാണ്? അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ സൂറത്ത് ഹൃദയത്തിൽ ഹാസിലായിട്ടില്ല. അറിയാൻ കരുതപ്പെട്ടത് അള്ളാഹുവിന്റെ ദാത്താണ്. അതാണ് മഅലൂം. അറിവ് ആരാണ്? വജ്ഹാണ്. അപ്പൊ അത് രണ്ടും ഒന്നല്ലല്ലോ, രണ്ടാണല്ലോ. അപ്പൊ ആ മാനാക്ക് മഅലൂമോണ്ട് ഉദ്ദേശം മാ ഖുസിദ തസവ്വുറുഹു എന്ന് ഉദ്ദേശിച്ചാൽ ആ മാനാക്കുള്ള മഅലൂമും ഇൽമും രണ്ടും ഒന്നാന്ന് പറയാൻ പറ്റൂല. എന്നാൽ വഇമ്മാ യുറാദ ബിൽ മഅലൂമി, മഅലൂം കൊണ്ട് ഒന്നിരിക്കൽ ഉദ്ദേശിക്കപ്പെടും അശ്ശൈഉ മിൻ ഹൈസു ഹുവ ഹുവ. മിൻ ഹൈസു ഹുവ, അശ്ശൈഉ ഒരു ഷൈ ഉദ്ദേശിക്കപ്പെടും. മിൻ ഹൈസു ഹുവ, ആ ഷൈ ആണുള്ള ബാത്ത് കൂടെ എന്ന് പറഞ്ഞാൽ അതിന്റെ ദാത്ത്. ഏതാത്ത്? ഹൃദയത്തിൽ ഹാസിലായ ദാത്ത് ഉദ്ദേശിക്കപ്പെടും. അശ്ശൈഉ മിൻ ഹൈസു ഹുവ അയിൽ മഅലൂമു ബിദ്ദാത്തി, ബിദ്ദാത്ത് മഅലൂം എന്ന് ഹൃദയത്തിൽ ഹാസിലായ ആ സൂറത്ത് എന്നുദ്ദേശിക്കപ്പെടും. വബിൽ ഇൽമി, ഇൽമു കൊണ്ട് ഉദ്ദേശിക്കപ്പെടും എന്ത്? മർത്തബത്തു ഖിയാമിഹി, അതിന്റെ ഖിയാമിന്റെ മർത്തബ. ഹൃദയത്തിൽ ഖായിമാകുക എന്നതിനെ സംബന്ധിച്ചാണ്, ഖിയാമിന്റെ മർത്തബയെ സംബന്ധിച്ചാണ് ഇൽമു എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതായത് ആ സൂറത്ത് ഹൃദയത്തിൽ ഖായിമാകുന്ന ഐതിഹ്യത്തിലൂടെ അതിന് ഇൽമു എന്ന് പറയുന്നു. അതിന്റെ ദാത്തിന്റെ ഭാഗത്ത് കൂടെ എന്തെന്നും പറയുന്നു? മഅലൂമെന്നും പറയുന്നു. അങ്ങനെ ഉദ്ദേശിക്കപ്പെടും. ഈ മാന വെച്ചാൽ ഇൽമും മഅലൂമും ഒന്നാകുമെന്നത് ശരിയാണ്, അത് ബാത്തിലല്ല, ശരി തന്നെ. പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ ശെക്കും മഷൂർ സുബൂത്താകാൻ ഒരു മുഖദ്ദിമയുടെ ആവശ്യം ഉണ്ടാവുന്ന ശാരീ പറയുന്നത്. ഫഹാദിഹിൽ മുഖദ്ദിമത്തു, അപ്പോൾ ഈ മുഖദ്ദിമ. ഏത് മുഖദ്ദിമ? ഇൽമും മഅലൂമും ഒന്നാണ് എന്ന മുഖദ്ദിമ. ഇത്തിഹാദുൽ ഇൽമി വൽ മഅലൂമിന്റെ മുഖദ്ദിമ തതഅത്ത, അത് സൗകര്യമാകും, അത് വരും. അലൽ ഖൗലി ബി ഹുസൂലുൽ അഷ്ബാഹി, ഹുസൂലുൽ അഷ്ബാഹിന്റെ ഖൗലനുസരിച്ചും ഈ മുഖദ്ദിമ സൗകര്യമാകും. എന്ന് പറഞ്ഞാൽ ഹുസൂൽ അഷിയായി ബി അംഫുസിഹ ബി അഷ്ബാഹിഹ എന്നുള്ള രണ്ട് അഭിപ്രായം ഉണ്ടല്ലോ. അതിൽ ഹുസൂൽ അഷ്ബാഹ്, ഷബഹുകളാണ് തസവ്വുറാക്കുമ്പോൾ ഹൃദയത്തിലേക്ക് വരുന്നത് എന്നതനുസരിച്ചും ഇൽമും മഅലൂമും ഒന്നാണെന്ന് വരും. ഐലൻ
ഹുസൂൽ അഷ്യായി ബി അംഫുസിഹ എന്നതനുസരിച്ച് ഇൽമു മാലൂം ഒന്നാണെന്ന് വരുന്ന മാതിരി അഷ്ബാഹിന്റെ ഹുസൂൽ അഷ്ബാഹിന്റെ ഖൗലനുസരിച്ചും ഒന്നാണെന്ന് വരും. കാരണം എന്താ? കാരണം ആ ശബഹ് അത് മാലൂമാണെന്നുള്ള നിലക്ക് അതിന്റെ ധാത്തുകൾ നോക്കുമ്പോൾ അത് മാലൂമാണ്. ആ വാരിദുകളിൽ നോക്കുമ്പോൾ ദീനിയായ വാരിദുകൾ നോക്കുമ്പോൾ അത് ആരുമാണ്? ഇൽമുമാണ് എന്ന് വരും. ഇപ്പൊ രണ്ടും ഒരേ സാധനം വിദ്യാത്തു തന്നെയാണെന്ന് വരും. അങ്ങനെ വന്നോട്ടെ, അതിനെന്താ പ്രശ്നം? അങ്ങനെ വന്നാൽ ഇവിടെ അതനുസരിച്ച് ഇൽമു മാലൂമും ഒന്നാണ്. അഷ്ബാഹ് ഹുസൂൽ അഷ്ബാഹിന്റെ ഖൗലനുസരിച്ച് എന്ത് വരൂല? തസവൂറും തസ്ദീഖും ഒന്നാണെന്ന് വരൂല. കാരണം തസ്ദീഖിനെ തസവൂറാക്കിയാൽ ഷബഹല്ല, തസ്ദീഖിന്റെ ഷബഹല്ല ഹൃദയത്തിലേക്ക് വരുള്ളൂ. അപ്പൊ തസവൂറും തസ്ദീഖിന്റെ ഷബഹും എന്താണെന്നേ വരുള്ളൂ? ഒന്നാണെന്നേ വരുള്ളൂ. തസ്ദീഖും തസവൂറും ഒന്നാണെന്ന് വരൂല. അപ്പൊ പിന്നെ തസവൂർ എല്ലാ വസ്തുവിനോടും ബന്ധിക്കും എന്ന് പറയുമ്പോൾ തസവൂറും തസ്ദീഖും ഒന്നാണ് എന്ന് വരണമെങ്കിൽ എന്ത് പറയണം? ഹുസൂൽ അഷ്യായി ബി അംഫുസിഹ എന്ന അഭിപ്രായ പ്രകാരം പറയണം. അപ്പോൾ ആ ഒരു മുഖദ്ദിമ കൂടി ഇവിടേക്ക് ചേർത്ത് വെക്കേണ്ടതാണ്. മുസന്നിഫ് പറഞ്ഞ 3 മുഖദ്ദിമക്ക് പുറമെ ഫലാ ബുദ്ധഹാഹുന ഇവിടെ കൂടാതെ കഴിയൂല മിൻ മുഖദ്ദിമത്തിൻ റാബിയത്തിൻ, 4മതൊരു മുഖദ്ദിമയെ തൊട്ട് കൂടാതെ കഴിയൂല. ഐനിൽ ഖൗല ബി ഹുസൂൽ അഷ്യായി ബി അംഫുസിഹ, അതേതാണ്? ഹുസൂൽ അഷ്യായി ബി അംഫുസിഹ എന്ന ഖൗലാണ്. അപ്പോ മേലെ പറഞ്ഞ 3 മുഖദ്ദിമകൾക്ക് പുറമെ എന്ന ഹുസൂൽ അഷ്യായി ബി അംഫുസിഹ എന്ന കഥയെ കൂടി അവിടെ പറയണം. ഫിദ്ദീനി വലം യക്ഫിൽ മുഖദ്ദിമാത്തു സലാസുൽ മദ്കൂറ ഫിൽ ഹാഷിയ, ഹാഷിയയിൽ പറയപ്പെട്ട 3 മുഖദ്ദിമകൾ മതിയാവുകയില്ല. എന്തുകൊണ്ട്? ഫൈനായിദാ തസവ്വർന, കാരണം നാം തസവ്വുറാക്കിയാൽ തസ്ദീഖിനെ തസവ്വുറാക്കിയാൽ തസവ്വുർ എല്ലാ വസ്തുവിനോടും ബന്ധിക്കുമെന്ന പ്രകാരം തസ്ദീഖിനെ നമ്മൾ തസവ്വുറാക്കിയാൽ അവിൽ മുസദ്ദഖ ബിഹി, അല്ലെ തസ്ദീഖാക്കപ്പെടുന്ന നിസ്ബ, തസ്ദീഖാക്കപ്പെടുന്നത് നിസ്ബയാണല്ലോ, ഖബരിയ നിസ്ബ, അതിനെ നാം തസവ്വുറാക്കിയാൽ ലാ യൽസമു ലാസിമാവൂല അലാ തഖ്ദീരി ഹുസൂലിൽ അഷ്യായി ബി അഷ്ബാഹിഹ, അഷ്ബാഹ് കൊണ്ടാണ് ഹുസൂല് എന്ന സങ്കല്പപ്രകാരം ലാസിമാവൂല, മുഹാല് ലാസിമാവൂല, അതായത് ഷക്ക് ലാസിമാവൂല അസ്ലൻ തീരെ തന്നെ. ഫൈന ഷബഹ തസ്ദീഖി, കാരണം തസ്ദീഖിന്റെ ഷബഹ് വൽ മുസദ്ദഖ് ബിഹി, മുസദ്ദഖ് ബിഹിയുടെയും ഷബഹ് മുഗായിറുൽ ലഹുമ, തസ്ദീഖിനോടും മുസദ്ദഖ് ബിഹിയോടും എതിരായതാണ്. ബിദ്ദാത്ത് എതിരായതാണ്. അപ്പൊ പിന്നെ തസവ്വുർ തസ്ദീഖിനോട് ബന്ധിക്കും എന്നതിനാൽ, തസവ്വുർ എല്ലാ വസ്തുവിനോടും ബന്ധിക്കും, തസ്ദീഖിനോടും ബന്ധിക്കും എന്നതിനാൽ എന്തേ വരൂ? തസവ്വുറും തസ്ദീഖിന്റെ ഷബഹും ഒന്നാണെന്നേ വരുള്ളൂ. തസവ്വുറും തസ്ദീഖും ഒന്നാണെന്ന് വരൂല. അല്ലെങ്കിൽ തസവ്വുറും മുസദ്ദഖ് ബിഹിന്റെ ഷബഹും ഒന്നാണെന്നേ വരുള്ളൂ. വൈനിത്തഹദ മാ മഅലൂമിഹി ബിദാത്തി, വൈനിത്തഹദ ആ ഷബഹ് യോജിച്ചാലും ഒത്താലും മാ മഅലൂമിഹി അതിന്റെ മഅലൂമോടുകൂടെ, അതായത് ഷബഹ് ഹൃദയത്തിലേക്ക് വരുമ്പോ അത് പിന്നെ മിൻഹൈസുവ ഷബഹ് ആരാണ്? പിന്നെ മഅലൂമാണ്. അത് ഖിയാമിന്റെ ഭാഗത്തു കൂടെ ഏതാണെന്ന് വരിക? ഇൽമാണെന്ന് വരിക. അപ്പോ ഷബഹിൽ ഇൽമ മഅലൂമും ഒന്നാണ് എന്ന് വന്നാലും തസ്ദീഖ് വേറെ തന്നെയാണ്. തസ്ദീഖിന്റെ നഫ്സും ദാത്തും മുസദ്ദഖ് ബിഹിന്റെ ദാത്തൊക്കെ വേറെയാണ്. അപ്പൊ അത് തസവ്വുറും തസ്ദീഖും ഒന്നാണെന്ന് അതുകൊണ്ട് വരൂല. ഐനി നഫ്സ ഷബഹി, മഅലൂമോട് ഞാൻ ഉദ്ദേശിക്കുന്നത് നഫ്സു ഷബഹിനെയാണ്. അപ്പൊ ആ ഷബഹും അതിന്റെ മഅലൂമായ ബിദ്ദാത്ത് മഅലൂമ്, അതായത് നഫ്സു ഷബഹ്, അത് രണ്ടും ഒന്നാണെന്ന് വന്നാലും പിന്നെ തസ്ദീഖും മുസദ്ദഖ് ബിഹിയും വേറെ തന്നെയാണ്. ഖിയാമിനെ തൊട്ട് ഖത്തയ നദറിയലോടുകൂടെ നഫ്സു ഷബഹ്, അതാണ് മഅലൂമ്. ഖിയാമ് ദീനുൽ ഖിയാമാകലിനെ എത്തിബാർ ചെയ്യുമ്പോഴാണ് ആര്? ഇൽമ്. അപ്പൊ ആ ഇൽമും ഷബഹ് എന്ന് പറയുമ്പോഴും ഇൽമും മഅലൂമും ഒന്നാണെന്ന് വന്നാലും
തസ്ദീഖും മുസദ്ദഖ് ബിയും വേറെയാണ്. അപ്പോൾ ഷബഹിന്റെ കൗലനുസരിച്ച് പറയുമ്പോൾ തസവുർ എല്ലാ വസ്തുവിനോടും ബന്ധിക്കുന്നു പറയുകയാണെങ്കിൽ അവിടെ തസവുറും തസ്ദീഖും ഒന്നാണെന്ന് വരൂല, തസവുറും തസ്ദീഖിന്റെ ഷബഹും ഒന്നാണെന്നേ വരുള്ളൂ. അതിൽ എതിർപ്പില്ലല്ലോ. നമ്മൾ തസവുറും തസ്ദീഖും മുതബായിനാനിയാണ് എന്നാദ്യം പറഞ്ഞു, പിന്നെ അതുകൊണ്ട് മുത്തഹിദാനിയാണ് എന്നതിനെപ്പറ്റി പറയുമ്പോഴല്ലേ ഇഷ്കാല് വരുള്ളൂ. അതുകൊണ്ട് റസൂൽ അഷിയായി ബി അംഫുസിഹ എന്ന ഖളിയ കൂടി അവിടെ കൂട്ടേണ്ടതുണ്ട് എന്നാണ് ശാരിഹ് ഇതുവരെ വിവരിച്ചതിന്റെ ഉദ്ദേശം. അല്ലാഹു അഅലം ബിസ്സവാബ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.